കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡിജിഎം അലക്സ് മാത്യുവിനെതിരെ കൂടുതൽ അന്വേഷണം. അലക്സിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് വിജിലൻസിന്റെ നീക്കം. ഇതിനിടെ വിജിലൻസ് റെയ്ഡിൽ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നിന്നും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും 7 ലിറ്റർ വിദേശ മദ്യവും പിടികൂടി. 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിക്കാരൻ മനോജ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ വിളിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. സാധാരണഗതിയിൽ ഞങ്ങളൊരു സെയിൽസ് ഓഫീസർ ലെവലിലുള്ളവരെ വിളിക്കാറുള്ളൂ. പൈസ കിട്ടുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം പുള്ളി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിന്ന് പൈസ ആവശ്യപ്പെടും. ഇദ്ദേഹം 10 ലക്ഷം രൂപ എന്നോട് പുള്ളിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാൻ വൈകിയപ്പോൾ സെയിൽസ് ഓഫീസറെ കൊണ്ട് കസ്റ്റമർ ട്രാൻസ്ഫർ ചെയ്യിച്ചു. 1200 1800 വെച്ചിട്ട് 2 ഏജൻസിയിലേക്ക് കുറച്ച് കസ്റ്റമറെ മാറ്റി. അതിന് ഒരാഴ്ച കഴിഞ്ഞ പുള്ളി എന്നെ വിളിച്ചു, ഒന്നും അറിയാത്തതുപോലെ വിളിച്ചിട്ട് അവസാനം പുള്ളി തന്നെ പറഞ്ഞ് കുറച്ച് കസ്റ്റമറെ മാറ്റിയില്ല, അന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ നമുക്കതൊക്കെ ഇടപെട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കാമായിരുന്നു എന്ന് പറയും. ദേഹാസ്വസ്ഥതയെ തുടർന്ന് അലക്സ് മാത്യു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സജോ ദേവസ്യയും അരുൺ സോളമനുമാണ് വിവരങ്ങളുമായുള്ളത്. സജോ, ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയത്, വിജിലൻസ് എത്തിയത്? ഇതിപ്പോൾ ഒരു പരാതി, ആ പരാതിയിൽ ഇപ്പോൾ വെളിപ്പെടുത്തലായി നമ്മളോടും പ്രതികരിച്ചിരിക്കുന്നു. അതല്ലാതെ കൂടുതൽ കൈക്കൂലി പരാതികൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, ഈ കൈക്കൂലി കേസിൽ നേരത്തെ തന്നെ വിജിലൻസ് സംഘം ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി വിശദമായ പരിശോധന നടത്തിയിരുന്നു. അതിൽ ഇദ്ദേഹം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണെങ്കിലും സംസ്ഥാന ഏജൻസിയാണ് ഈ അന്വേഷണം നടത്തുന്നത് സാധ്യവുമാണ്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ ഉദ്യോഗസ്ഥരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈക്കൂലിക്കാരൻ എന്ന് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത ആൾ കൂടിയാണ് ഈ അലക്സ് മാത്യു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അതിൽ പരാതിക്കാരന്റെ കൂടി സഹായത്തോടെ ഒടുവിൽ ഈ അന്വേഷണത്തിൽ ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു, അല്ലെങ്കിൽ വിജിലൻസ് ഒരുക്കിയ കെണിയിൽ ഇദ്ദേഹം വീഴുകയായിരുന്നു. മാത്രമല്ല, ഇതിന്റെ കൗതുകം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറിൽ യാത്ര ചെയ്തു പോയി കൈക്കൂലി കൈപ്പറ്റി എന്നതുകൂടി കാണണം. ഇത് മാത്രമല്ല, നിലവിൽ പരാതിക്കാരൻ ഉന്നയിച്ച ആക്ഷേപമുണ്ട്. അതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാൻ കഴിഞ്ഞു. പരാതിക്കാരൻ തന്നെ ആരോപിക്കുന്നത് മുൻപ് പലതവണ ചെറിയ തുകകളായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. സമാനമായി പാചകവാതക വിതരണ ഏജൻസി ഉടമകളിൽ നിന്ന് നിരന്തരമായി പണവും അടക്കമുള്ള മറ്റു പല ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്ന് വിജിലൻസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പലരും വൻ തുകയടക്കം ഇദ്ദേഹം ഇവിടെ തന്നെ 10 ലക്ഷം രൂപ ചോദിച്ചിരുന്നു, ഒടുവിൽ 2 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. വലിയ തുകകൾ സമാനമായ രീതിയിൽ ഏജൻസി ഉടമകളെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി, അതായത് കസ്റ്റമേഴ്സിനെ മറ്റ് ഏജൻസികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇവിടെ പരാതിക്കാരന്റെ കാര്യത്തിൽ, ഈ കേസിലെ പരാതിക്കാരന്റെ കാര്യത്തിൽ തന്നെ 1000-ന് മുകളിൽ കസ്റ്റമേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, മികച്ച തസ്തികയിൽ ഇരിക്കുന്ന ആളാണ്, ഉന്നതമായ ശമ്പളവും കൈപ്പറ്റുന്ന ആളാണ്. അങ്ങനെ ഒരാൾ കൂടിയാണ്. അങ്ങനെ ഉന്നതമായ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് വിപുലമായ എന്ന് മാത്രമല്ല ഈ തുടർച്ചയായ പരിശോധനകൾ ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. കൊച്ചി ചിലവന്നൂരിലെ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ വരെ വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ പുലർച്ചെ വരെ നീണ്ടുനിന്ന റെയ്ഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ IOCയുടെ കൊച്ചിയിലെ സംസ്ഥാന ഓഫീസിലും പരിശോധന നടത്തി. അതിൽ വീട്ടിൽ നടത്തിയ പരിശോധനയാണ് സ്ഥിര നിക്ഷേപ രേഖകൾ, 29 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ രേഖകൾ. അതിൽ പ്രധാനമായി ഇനി ഇങ്ങോട്ടേക്ക് വിശദമായ പരിശോധന നടത്താൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടുതൽ ആളുകളുടെ പങ്കാളിത്തമുണ്ടോ, മറ്റ് അനധികൃത സ്വത്ത് സമ്പാദനം, മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്നിവയടക്കം പരിശോധിക്കണം. അതിൽ പ്രാഥമികം എന്ന നിലയ്ക്കാണ് 29 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ രേഖകളടക്കം ഇടപാടുകളുടെ രേഖകൾ എടുത്തത്. ഇനിയിപ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ അടക്കമുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമെന്ന് വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശോധനയിൽ 7 ലിറ്റർ വിദേശ മദ്യക്കുപ്പികൾ, വില കൂടിയ വിദേശ മദ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നേരത്തെ വിജിലൻസിനുണ്ടായിരുന്ന ഒരു സംശയം, മദ്യമടക്കം കൈക്കൂലിയുടെ സ്വഭാവത്തിൽ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന സംശയമുണ്ട്. കൂടുതൽ പരാതികൾ യഥാർത്ഥത്തിൽ വിജിലൻസിന് മുന്നിൽ ഇല്ലെങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ, ഇദ്ദേഹത്തിന്റെ കൈക്കൂലി ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ വിജിലൻസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് പോകും. ഇദ്ദേഹത്തെ കസ്റ്റഡിയിലടക്കം വാങ്ങി വിപുലമായി ചോദ്യം ചെയ്യൽ, മറ്റു പരാതികളുടെ സാധ്യതയുണ്ടെങ്കിൽ അവയും എല്ലാം വിശദമായി പരിശോധിക്കാനാണ് ഇപ്പോൾ വിജിലൻസ് നീക്കം നടത്തുന്നത്. ശരി, അരുൺ സോളമനിലേക്ക്. അരുൺ, ഇപ്പോൾ പരാതിക്കാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ കൈക്കൂലി വാങ്ങാനുള്ള ഒരു സന്ദർഭം, സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇയാൾ സ്ഥിരമായി കൈക്കൂലി വാങ്ങുന്നത്, ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളടക്കം ലഭിക്കുകയാണ്. സമാനമായ പരാതിക്കാർ വേറെയുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര തവണ പണം പോയിരിക്കുന്നു? സ്മൃതി, 2013 മുതലുള്ള ഒരു പരിചയമാണ് അലക്സ് മാത്യുവുമായി എന്നുള്ളതാണ് ഇന്ന് രാവിലെ അദ്ദേഹം റിപ്പോർട്ടിനോട് പങ്കുവച്ചിരിക്കുന്നത്. അന്ന് കൊല്ലത്ത് പ്ലാനിംഗ് ഓഫീസറായിട്ടാണ് ഇദ്ദേഹം ആദ്യം ചുമതലയേൽക്കുന്നത്. അന്ന് ഈ ഗ്യാസ് സിലിണ്ടറുകൾ ഈ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ ഇദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇദ്ദേഹം മേടിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഒരു 5000 മുതൽ 10000 രൂപ വരെയായിരുന്നു. അത് പലപ്പോഴും കൊടുത്തിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. കാരണം പലപ്പോഴും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഒരു തിരിച്ചടി നേരിടും എന്നുള്ളൊരു ഭയം ഒരു ഏജന്റ് എന്ന നിലയിൽ മനോജിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഒരു 4 മാസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള ഈ ഭീഷണി ഉയർന്നത്. ഇതിൽ ഒരു 1200 മുതൽ 2000-ഓളം ഉപഭോക്താക്കളെ ഇവരുടെ ഏജൻസിയിൽ നിന്നും മാറ്റിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് മനോജ് വഴങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം 20,000-ഓളം ഉപഭോക്താക്കളെ വരുന്ന ദിവസങ്ങളിൽ മാറ്റുമെന്ന് ഒരു ഭീഷണി അലക്സ് മാത്യുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് മാറ്റിയില്ല എങ്കിൽ ഇനിയും ഈ പൈസ കൊടുത്തില്ലെങ്കിൽ മാറ്റുമെന്നുള്ളതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഈ പരാതിക്കാരനായിട്ടുള്ള മനോജിന്റെ തിരുവനന്തപുരത്തെ കുറവൻകോണ് വീട്ടിലേക്ക് എറണാകുളത്തു നിന്നും അദ്ദേഹം എത്തുന്നു. കുറവൻകോണത്ത് 7:30 മണിക്കാണ് അവിടെ എത്തിയത്. വലിയൊരു സ്രാവിനെ അല്ലെങ്കിൽ ഒരു വമ്പൻ സ്രാവിനെ പിടികൂടുന്ന തരത്തിലേക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടായിരുന്നു വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ഈ നമ്മുടെ അവരുടെ സംഘം ഇവിടെ എത്തുകയും ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തത്. കാരണം ഇത് നേരത്തെ തന്നെ CBIക്ക് ഇദ്ദേഹം പരാതി കൊടുത്തു. പക്ഷേ CBIക്ക് കോടതി വഴി നിർദ്ദേശം ഉത്തരവ് വന്നാൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയൂ എന്നുള്ളത് CBI ഈ മനോജിനോട് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹം വിജിലൻസിന് പരാതി നൽകിയത്. അങ്ങനെയാണ് യോഗേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ 7:30 ഇദ്ദേഹത്തെ പിടികൂടി. ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കായിട്ട് എത്തിച്ചത്. അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ഒരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്ന് അറിയപ്പെടുന്നു. തുടർന്ന് ECGയിൽ കാര്യമായിട്ടുള്ള ഒരു വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് ഇന്നിപ്പോൾ മെയിൻ ബ്ലോക്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെയിൻ ബ്ലോക്കിൽ 27ാമത്തെ വാർഡിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. സ്മൃതി, ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് വിജിലൻസിന്റെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അദ്ദേഹത്തെ വന്ന് കണ്ട് റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ശരി, സജോ ദേവസിയും അരുൺ സോളമനുമാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.